മറ്റേ ഒന്നും പറയാൻ നോക്കട്ടെ. ഒന്ന് പറയാൻ മതി. കുറച്ചുകൂടി നീക്കത്തുണ്ട്. ഇല്ലല്ല കൂടി ഓക്കെ. അത് ഞാൻ 4 പുറമൊന്ന് ചീലൊക്കെ വെച്ച് നോക്കിക്ക്. ആ ഭാഗം ഈ ഭാഗം നോക്കട്ടെ. 4 നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങളിന്ന് കാട്ടൂർ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാട് തന്നെയാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഇരിങ്ങാലക്കുട കാട്ടൂർ. അവിടെ ഞങ്ങൾക്ക് പുതിയൊരു സൈറ്റാണ്. പുതിയ സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 മാസം മുമ്പ് ഞങ്ങൾ അടിത്തറ ഫൗണ്ടേഷൻ ഇട്ട് പോയതാണ്. പിന്നെ മഴ വന്നപ്പോൾ നിർത്തി. ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ കാട്ടൂർ തന്നെയുള്ള ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യുന്ന ഒരു സാറുണ്ട്. ആഷിഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവരെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് ബിൽഡ് ഓൺ ബിൽഡേഴ്സ് കാട്ടൂർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതാണ് മെയിൻ സ്ഥലം. ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഈ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട കാട്ടൂർ റൂട്ടാണ്. അപ്പോൾ ഇവിടെ ഈ മെയിൻ റൂട്ടിന് 4 അടി താഴ്ന്നിട്ടാണ് ഈ ഭൂമി നിൽക്കുന്നത്. ഈ 4 അടി താഴ്ചയിൽ നിന്നും നമ്മൾ മെയിൻ റോഡിൻ്റെ ഒപ്പത്തേക്ക് ഈ കരിങ്കല്ല് കെട്ടിപ്പൊക്കാണ്. എന്നിട്ട് ഈ ഭൂമിയിൽ ഈ കാണുന്ന താഴ്ന്ന ഭൂമിയിൽ മണ്ണടിച്ച് തോർക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ കെട്ടുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒരു 3 മീറ്റർ കാന പോകുന്നുണ്ട്, തോട്. അത് ഈ റോഡിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ വെള്ളം വരുന്നതാണ്. ഈ കാന പോകുന്നുണ്ട്. അപ്പോൾ ഈ കാന ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ കെട്ട് നമ്മൾ നല്ല രീതിയിൽ ബലപ്പെടുത്തി എങ്ങനെ കെട്ടുന്നു അതാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് 4 അടി ഹൈറ്റ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഭൂമി ലെവലിൽ നിന്ന് താഴോട്ട് 4 അടി താഴ്ചയും 4 അടി വീതിയിൽ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് തള്ളി പോകാൻ വേണ്ടിയിരിക്കുക. അത് ഇത് അത്രയും ബലം വേണ്ട സ്ഥലമാണ്. കാരണം ഇതൊരു ചതുപ്പ് നിലം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇതിനത്രയും പവർ വേണം നമ്മൾ കെട്ടിന്. അപ്പോൾ അടിയിൽ ഒരു 4 അടി താഴ്ചയിൽ ഫൗണ്ടേഷൻ ചെയ്തു, 4 അടി വീതിയിൽ. മേലെ നമ്മൾ എന്ത് ചെയ്തു, 90 സെൻറ്റിമീറ്ററിന് 4 ഇഞ്ച് കനത്തിന് ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മതി നമുക്ക്. ഇനി നമുക്ക് റോഡ് ലെവൽ ഇത് വാട്ടർ ലെവലിൽ കെട്ട് കൊണ്ടുവരണമെങ്കിൽ 120 സെൻറ്റിമീറ്റർ 4 അടിയോളം ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് 2 അടി മതി വീതി സാധാരണ കെട്ട് കൊണ്ടുവരാം. പക്ഷേ 2 അടി പോരാ. നമ്മളിതൊരു 3 അടിയിൽ നിന്ന് ഒരു 2.5 അടിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നു, 70 സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ട് 75 സെൻറ്റിമീറ്റർ വീതി വെച്ചിട്ട് ഈ കെട്ട് നമ്മൾ ഒരു ലെയർ കെട്ടി വരികയാണ്. ഇത് വാട്ടർ ലെവൽ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ഒരു ബെൽറ്റ് പണി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സൈഡ് കെട്ടുകൾ കെട്ടുമ്പോൾ സാധാരണ തറ കെട്ടുന്ന പോലെ 45 സെൻറ്റിമീറ്ററിനോ കെട്ടരുത്. എത്ര ഹൈറ്റ് ഉണ്ടോ ആ ഹൈറ്റിനെ നമ്മൾ ഒരു അളവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പിന്നെ സംസാരിക്കാം. അപ്പോൾ ആ ഹൈറ്റിൽ കൊണ്ടുവരുമ്പോൾ ആ ഹൈറ്റിൽ നമ്മൾ എത്ര വീതി കൊടുക്കണം എന്നാണ് നോക്കുന്നത്. എത്ര ഹൈറ്റ് ഉണ്ടോ എന്നൊരു അളവിന് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തിട്ട് എത്ര വീതി നമ്മൾ കണക്കാക്കും. ആ തിയറിയിലാണ് ഈ പണി പോകുന്നത്. അപ്പോൾ ഇത് പണിയത് അങ്ങനെ കണക്കാക്കിയാൽ പോരാ. ഈ കെട്ടിവിടെ നിലനിൽക്കണം, ഈ മണ്ണ് പോകാതെ നിൽക്കണം. കാരണം ഇത് ഈ വീതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മഴയൊക്കെ വരുമ്പോൾ ഈ മണ്ണിടുമ്പോൾ ഈ മണ്ണ് വെള്ളം കുടിക്കും. ഇത് പ്രഷർ വന്ന് ഈ കെട്ടിന് തള്ളികളയും. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ വെള്ളം ഇവിടെ നിൽക്കുമ്പോൾ ഇതിൽ എയർ വരും. ഈ എയർ നിന്ന് കഴിഞ്ഞാൽ കെട്ട് ഈ മണ്ണിനെ താങ്ങാനുള്ള ശേഷി കെട്ടിനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റോഡിലേക്ക് പോകും. അതൊരിക്കലും സംഭവിക്കരുത്. ഇത് കാലങ്ങളിലൂടെ നിൽക്കണമെങ്കിൽ നമ്മളത് ടെക്നിക്കലായി ചിന്തിച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണം? അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന വലിയ കല്ലുകളാണ്. വലിയ കല്ലായാലും ചെറിയ കല്ലായാലും ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് വലിയ കല്ല് കണ്ടോ. ഈ ഒരു കല്ല് ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് വെച്ചത്. ഇത് അടിത്തറയിൽ ഇത്തിരി ബുദ്ധിമുട്ടിയാലും വലിയ കല്ല് തന്നെ പാക്ക് ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഫ്രണ്ട് അടിച്ച് വെച്ചു. ഒരു 6 സെൻറ്റ് ബോക്സിട്ട് കൊടുത്ത് പാക്ക് ചെയ്തു. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതായത് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഇതേമാതിരി ഒരു കല്ല് ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ, മുൻവശം ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂട്ടുകല്ല് പരമാവധി പൊട്ടിച്ച് വയ്ക്കുക. ഈ വീതി കറക്റ്റ് ചെയ്യുക. തോതിനാണ് ബാക്കി ചിലർ കെട്ടിയിട്ടില്ല, നമ്മൾ തോതിനാണ്. ഇതിങ്ങനെ വന്നു കാണുമോ. ഇത്രയും കല്ലുകൾ ചെയ്യേണ്ടത് ഇതേമാതിരിയാണ് നീട്ടിയിടണം. ഇതൊരിക്കലും വട്ടനെ, അതായത് ഈ കല്ല് ഇങ്ങനെയുള്ള നീളനുള്ള കല്ലിനെ, ഇപ്പോൾ ഒരു കല്ല് നീളനാണെങ്കിൽ ഇതിങ്ങനെ വെക്കരുത്, അത് ബലം കുറയും. അപ്പോൾ വീതി എത്ര കല്ലിന് എത്ര വീതി ഉണ്ടോ ആ വീതിക്ക് വെക്കരുത്. പരമാവധി നീളത്തിൽ തന്നെ കല്ല് ലോക്ക് ചെയ്യാം. ബാക്ക് സൈഡ് നമുക്ക് ഭംഗി ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതേപോലെയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ. ഇപ്പോൾ വാട്ടർ ലെവൽ നമ്മൾ പറഞ്ഞില്ലേ 70 സെൻറ്റിമീറ്റർ ഹൈറ്റ്, ആ ഹൈറ്റിൻ്റെ ലെവൽ തീർത്ത് വരാം. ഇനി ഇപ്പുറത്ത് നമ്മൾ ചിരട് കെട്ടി
പാട്ടുള്ളത്. അത് ഫ്രണ്ട് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇതേമാതിരി ഇതാ കണ്ടോ തുമ്പ്. അപ്പോൾ കല്ലെടുത്ത് നമ്മൾ പരമാവധി വലിയ കല്ലുകളെ വെച്ചിട്ട് വേണം ലോക്ക് ചെയ്ത് ഈ പണി നമുക്ക് അത്രയും ഗുണമുണ്ടായിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പണിത് ഈ ഭൂമിയിൽ നിന്ന് പോകാം. ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള എഞ്ചിനീയർ ആഷിഖ് സാർ അത് പറഞ്ഞിട്ടുള്ളൂ, പരമാവധി നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് എത്രത്തോളം ബലപ്പെടുത്താം ആവശ്യമായ രീതിയിൽ ചെയ്തോളൂ, കല്ല് കൂടിയാലൊന്നും പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു. എന്നാൽ പിന്നെ ആ രീതിയിൽ തന്നെ ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അധികം പ്രായമൊന്നുമില്ല പുള്ളിക്ക്, പക്ഷേ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആൾക്കാരുമായി സംസാരിച്ചും ഈ നിർമ്മാണ മേഖലയിലുള്ള നല്ല എക്സ്പീരിയൻസ് ആയ വ്യക്തികൾ പല മേഖലയിലും ഇപ്പോൾ വാർക്കയിലെ കരിങ്കല്ല് പണി, കട്ടപ്പണി എല്ലാത്തിലുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പോകുന്നത്. ആൾ ചെറുപ്പക്കാരനാണെങ്കിലും ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായവും എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളും ഒരുപാട് നല്ല പഠിച്ച് ഒരു ചെറിയ പയ്യനാണെങ്കിലും ഇരുത്തും വന്നിട്ടുണ്ട്. ആരെയും നല്ല രീതിയിലൊക്കെ പെരുമാറ്റവും അതുപോലെ തന്നെ പണിക്കാർക്ക് സമയത്തിന് പൈസ വെച്ച് കൊടുക്കുന്ന നല്ല രീതിയിലാണ്. ഞാൻ ആൾ മാത്രമല്ല എല്ലാവരും നല്ലവരുണ്ട്, പക്ഷേ പണിക്കാരോട് ഇതുപോലെ നല്ല പെരുമാറ്റമുള്ളൊരു എഞ്ചിനീയറാണ്, ചെറുപ്പക്കാരനാണ്. ചെയ്യുന്ന വർക്കിന് നല്ല ഉത്തരവാദിത്വം ഉണ്ടാകും, ഏറ്റെടുത്തുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്കിവിടെ പണിയാൻ നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ നല്ല രീതിയിൽ പണിയാനുള്ളൊരു അവസരം അദ്ദേഹം തന്നു. കാരണം ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പണിയാം, അതായത് നമ്മളുടെ കഴിവ് ചോദിച്ചാൽ എങ്ങനെ വേണമെങ്കിലും പണിയാം. ആൾ കുറച്ച് പണം തോന്നണോ ഇന്ന് ഇത്രയും പണം തോന്നണമെന്നൊന്നും ചോദിക്കുക, പണി നന്നാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നന്നായി നമ്മൾ ചെയ്യുന്നുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതുണ്ടോ ലോക്കുകളൊക്കെ ഇപ്പുറത്തും ഇതേമാതിരി തന്നെയാണ് നമ്മൾ പണിയേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെടുത്ത് വിടാം, പക്ഷേ കണ്ടോ ഇത്രയും ഏരിയ ഇനിയുണ്ട്, ഇനി ഇവിടെ നമ്മൾ ഇത്രയും പണിയാനുണ്ട്. ഇടുക ഈ തോടിൻ്റെ ഈ സൈഡൊക്കെ നമ്മൾ അടിയിലേക്ക് ഫൗണ്ടേഷൻ ഇട്ട് ബെൽറ്റ് കൊടുക്കാനാണ്. ഇത്രയും ഏരിയ ഇനി അവിടെ വരെ മുട്ടിക്കാനുണ്ട്, അത്രയും പണിയാനുണ്ട്, അങ്ങോട്ടും പണിയാനുണ്ട്. ഇതിനിപ്പോൾ കല്ലിവിടെ അടുത്ത് എവിടെ കിട്ടുന്നത് ആ ഏരിയ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ടോറസിന് 9 യൂണിറ്റിൻ്റെ ടോറസ് കല്ല്, ടോറസിലാണ് കല്ല് വന്നത്, 9 യൂണിറ്റിൻ്റെ കല്ല് വന്ന്. അപ്പോൾ മഴ പെയ്തപ്പോൾ JCBക്ക് ഇങ്ങോട്ട് നീക്കേണ്ടി വന്നു. അതാണ് ഈ മണ്ണിൻ്റെ ഇതൊക്കെ കാണുന്നത്. കല്ല് പുതിയത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ പണിയുന്നു. അതുപോലെ തന്നെ ഈ നമുക്ക് ഈ പണി തന്ന ആൾ ഇതാക്കണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഒന്ന് വരും, ഈ ബിൽഡിംഗ് ഉണ്ടോ, ഇത് കാട്ടൂരിൻ്റെ പ്രധാന ഭാഗത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നിലനിൽക്കുന്ന പുതിയൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പറമ്പിൻ്റെ പാർട്ടി ഈ വർക്ക് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. അതുപോലെ ഇതിന് മുന്നിൽ കാണുന്ന ഈ കെട്ട്, ഈ പഴയ കെട്ട്, ഈ കെട്ട് കണ്ടോ, ഇത് നിലവിലുള്ള ഭൂമിയാണ്, മണ്ണിട്ടതല്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ ഭൂമി നമ്മൾ 50 സെൻറ്റിമീറ്റർ പണ്ട് ഫ്ലഡിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ കേരളത്തിൽ, അതിന് മുമ്പ് ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ പണിത് നിർത്തിയതാണ് ഈ കെട്ട്. അല്ല ഇതിന് 50 സെൻറ്റ്, പക്ഷേ ഇത് പോരാ, ഇത് കറക്റ്റ് ഇത് മണ്ണിടുന്നതുകൊണ്ട് ഇതിന് വീതി വേണം. ഇത് നല്ല ഇതുപോലെ ഹൈറ്റ് കൂടിയതിനൊക്കെ നമ്മൾ അതിനൊരു തിയറി പ്രകാരം കണക്കുകളൊക്കെ ഉണ്ട്, അതുപോലെ ചെയ്യണം. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ്, പണിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കൂട്ടുകാരെ. പണിയിപ്പിക്കുന്നവരും പണിയുന്നവരും എല്ലാവരും ഇതുപോലെ പണിതാലേ പണി കുറച്ച് സമയം എടുക്കുമായിരിക്കും, എങ്കിൽ പോലും ആ ചെയ്യുന്ന പണി ഇത് കുറച്ച് കാലത്തേക്കല്ലല്ലോ, ഒരു വർഷത്തേക്കൊന്നും അല്ലെങ്കിൽ ഇതിൽ ബിൽഡിങ്ങുകളൊക്കെ വരും. അപ്പോൾ ഇവിടെ വർഷങ്ങളുടെ വെള്ളം വരും, വർഷക്കാലം വെള്ളം വരിക, ഈ മണ്ണിരിക്കാം, ഇതിൽ ലോഡുകൾ ഇനി വരും, വണ്ടികൾ വരും. അപ്പോൾ ഇതിലൊക്കെ ഒരു എയർ വരും. സാധാരണ നമ്മൾ മെയിൻ റോഡിൽ കൂടെ വലിയ വണ്ടികൾ പോകുമ്പോൾ ഒരു ചെറിയ കുലുങ്ങണല്ലേ, നമ്മൾ വീടൊക്കെ ചിലപ്പോൾ ഇറക്കി എന്ന് പറഞ്ഞ പോലെ ഇതിലൊക്കെ അതിൻ്റെ വൈബ്രേഷൻ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് സൈഡിൽ നിന്ന് ഇവിടെ എയർ ടൈപ്പ് ഇവിടെ ഇങ്ങനെ വരും, എയർ വരും, പ്രഷർ വരും, അത് ഇതിലേക്ക് ആവും. അപ്പോൾ പരമാവധി നമ്മൾ അതിൻ്റെ ആവശ്യമായ വീതി എടുത്തിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഇതിൻ്റെ ഒരു 60% കഴിയുമ്പോൾ നമുക്കൊന്ന് ഒതുക്കാം. അടുത്തത് വരാൻ പോകുന്നത് ഇനി 50 സെൻറ്റിമീറ്ററിൽ ആകെ പണിയാനുള്ളത്. നമുക്ക് ഇനി ഒരടി ഉയരമുള്ളൂ, അതിൻ്റെ മേലെ നമ്മൾ എന്താ പറയുക 10 സെൻറ്റിമീറ്ററിൽ ബെൽറ്റ് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പണി സ്ട്രോങ് ആക്കാം. ഇതിന് മേലെ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൂ, 50 സെൻറ്റിമീറ്റർ വീതി, ആ 50 സെൻറ്റിമീറ്ററിന് മേലെ 10 സെൻറ്റിമീറ്റർ ബെൽറ്റ് കൂടി കൊടുക്കും. ഇതിൻ്റെ മേലെ ഒരു ബെൽറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇത് നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിത് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.